പ്രൊഡ്യൂസർ കറക്റ്റായിട്ട് 50 ലക്ഷം രൂപ കൊടുക്കും, പടം പകുതിയാവും. അപ്പോൾ ഡയറക്ടർ പറയും ഈ പടം ഞാൻ കുറച്ചുകൂടെ വൈഡാക്കി എന്നാലും ബിസിനസ് കിട്ടത്തുള്ളൂ. 2-3 പൈസ സ്റ്റക്കായി. ഫസ്റ്റ് പ്രൊഡ്യൂസറിന്റെ ആയി, രണ്ടാമത്തെ പ്രൊഡ്യൂസർ 25 ഇട്ടുണ്ട്, അവന്റെ പോയി. ഇനി ഒരു പ്രൊഡ്യൂസറെ കിട്ടാൻ വേണ്ടി അങ്ങനെ ഒരു പ്രൊഡ്യൂസറിനെ കണ്ടുപിടിച്ച് ഒരു പ്രൊഡ്യൂസറുടെ എങ്ങനെയെങ്കിലും ഇത് കേട്ട് ഇത്ര ഷൂട്ട് ചെയ്ത സാധനങ്ങളെ കാണിച്ചിട്ട് ആ പ്രൊഡ്യൂസറോട് വീണ്ടും കയറി വരും. അപ്പൊ 3 പ്രൊഡ്യൂസറായി. മൈൻഡിലുള്ള സ്ക്രിപ്റ്റ് അല്ല, ആ സ്ക്രിപ്റ്റ് ഒരു 10-50 പേരെ കേട്ടിട്ടായിരിക്കും നമ്മുടെ വരുന്നത്. ആ സ്ക്രിപ്റ്റ് വേറെയൊക്കെ മൈൻഡിൽ തോന്നി അതൊരു പടമായത് റിലീസ് എങ്ങാനോ ആയിക്കഴിഞ്ഞാൽ ഈ പടം ചെയ്തിട്ട് പിന്നെ എന്തെങ്കിലും കാര്യമുണ്ടോ? നമ്മൾ ഒരിക്കലും ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇറങ്ങുവാന്നുണ്ടെങ്കിൽ ഒരിക്കലും പകുതിയായ പടങ്ങൾ ഒരിക്കലും എടുക്കരുത്. അതിലേക്ക് വന്നേക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ടർ 25 ലക്ഷം രൂപ അല്ലെങ്കിൽ 40 ലക്ഷം രൂപയ്ക്ക് ഒരു പടം ചെയ്യാമെന്ന് പറയും. 50 ലക്ഷം രൂപയ്ക്ക് ഒരു പടം ചെയ്യാമെന്ന് പറഞ്ഞ് ഇറക്കും. ഈ പ്രൊഡ്യൂസർ കറക്റ്റായിട്ട് 50 ലക്ഷം രൂപ കൊടുക്കും, പടം പകുതിയാവും. അപ്പോൾ ഡയറക്ടർ പറയും ഈ പടം ഞാൻ കുറച്ചുകൂടെ വൈഡാക്കി എന്നാലും ബിസിനസ് കിട്ടത്തുള്ളൂ. 2-3 ഫൈറ്റ് കയറ്റി, ഇടി കയറ്റി, അടി കയറ്റി എന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ നമ്മുടെ പൈസ തീർന്നു, ഇനി ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ നേരെ എന്ത് ചെയ്യും? വേറൊരു പ്രൊഡ്യൂസറിനെ ആഡ് ചെയ്യും. ആ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ഇനി ഒരു 25 ഇപ്പം ഡയറക്ടർ ഒരു 25 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ പടം തീർക്കാന്ന് പറയും. അങ്ങനെ രണ്ടാമത്തെ പ്രൊഡ്യൂസർ വന്നിട്ട് ഇതുപോലെ ഒരു 25 ലക്ഷം രൂപയുടെ അങ്ങോട്ട് കൊടുക്കും. അപ്പൊ എന്ത് ചെയ്യും? 50% അവിടെ 65% ആവത്തേ ഉള്ളൂ. അപ്പൊ അവന്റെ 25ഉം അവൻ വലിയ പ്രൊഡ്യൂസർ അല്ലത്. അപ്പൊ 20 ലക്ഷം രൂപയല്ലേ ഉള്ളൂ. അങ്ങനെ 75 ആവും. അപ്പം പ്രൊഡ്യൂസർ പറയും കുറച്ചുകൂടെ ഡയറക്ടർ പറയും കുറച്ചുകൂടെ ഒന്ന് ഡെവലപ്പ് ആക്കാൻ വേണ്ടി കുറച്ച് പണം. അങ്ങനെ അപ്പം ആരുടെയൊക്കെ പൈസ സ്റ്റക്കായി. ഫസ്റ്റ് പ്രൊഡ്യൂസറിന്റെ ആയി, രണ്ടാമത്തെ പ്രൊഡ്യൂസർ 25 ഇട്ടുണ്ട്, അവന്റെ പോയി. ഇനി ഒരു പ്രൊഡ്യൂസറെ കിട്ടാൻ വേണ്ടി അങ്ങനെ ഒരു പ്രൊഡ്യൂസറിനെ കണ്ടുപിടിച്ച് ഒരു പ്രൊഡ്യൂസറുടെ എങ്ങനെയെങ്കിലും ഇത് കേട്ട് ഇത്ര ഷൂട്ട് ചെയ്ത സാധനങ്ങളെ കാണിച്ചിട്ട് ആ പ്രൊഡ്യൂസറോട് വീണ്ടും കയറി വരും. അപ്പൊ 3 പ്രൊഡ്യൂസറായി. ഈ 3 പ്രൊഡ്യൂസർ ആകുമ്പോൾ മറ്റേ ഡയറക്റ്റ് ചെയ്ത് നമ്മളെ ചൂഷണം ചെയ്ത ആളെന്ത് ചെയ്യും? പെതുക്കെ സൈഡിലിരിക്കും. അപ്പോൾ ഇത് കുറേശ്ശെ കിട്ടുന്നുണ്ട്, കാര്യം അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുവാണല്ലോ. അപ്പം ഈ ഒരു സിസ്റ്റം കൂടി ഈ സൈഡിലേക്ക് നടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് അപ്പം ചിലപ്പോൾ മൂന്നാമത്തെ ആളായാലും പടം കാണത്തില്ല, പിന്നെ നാലാമത്തെ ആളെ കിട്ടത്തുമില്ല. നാലാമത്തെ ആളെ കിട്ടാതെ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഈ പടം 6 മാസമായി, 7 മാസമായി, 8ആയി, 9, 10ആയി, ഒരു വർഷമായി. ഒരു വർഷമാകുമ്പോൾ ഇതേ ജോണറിൽ ഏതെങ്കിലും ഒരു പടം ഇറങ്ങിക്കഴിഞ്ഞു. കാര്യം ഒരാളുടെ മൈൻഡിലുള്ള സ്ക്രിപ്റ്റ് അല്ല, ആ സ്ക്രിപ്റ്റ് ഒരു 10-50 പേരെ കേട്ടിട്ടായിരിക്കും നമ്മുടെ വരുന്നത്. ആ സ്ക്രിപ്റ്റ് വേറെയൊക്കെ മൈൻഡിൽ തോന്നി അതൊരു പടമായത് റിലീസ് എങ്ങാനോ ആയിക്കഴിഞ്ഞാൽ ഈ പടം ചെയ്തിട്ട് പിന്നെ എന്തെങ്കിലും കാര്യമുണ്ടോ? ഒറ്റയടിക്ക് എത്ര പേരെ ഭാവിയാണ് പോകുന്നത്? ഈ 3 പേര്. ഈ ഡയറക്ടർ പൊടിയും തെറ്റി അങ്ങ് പോത്തേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കാര്യം കൂടി സൈഡിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് മാക്സിമം പകുതിയായ പടങ്ങൾ എടുക്കാതിരിക്കുക. നിങ്ങളുടെ 25 ലക്ഷം രൂപ ഉണ്ടോ നിങ്ങളുടെ ആഗ്രഹത്തിന്? ഒരിക്കലും 25 ലക്ഷം രൂപ ഇട്ടിട്ട് ഒരു 10 കോടി രൂപ കളക്ഷൻ കിട്ടുന്ന ഒരു സിസ്റ്റം അന്നത്തെ കാലത്ത് ഉണ്ടെങ്കിൽ ഇപ്പൊ ഇന്നത്തെ കാലത്ത് അങ്ങനെ ഇല്ല. ഉണ്ടെങ്കിൽ അത്യപൂർവമായിരിക്കും. 1 ലക്ഷം പേര് സിനിമ ഇറക്കി അതിനകത്ത് ഒന്നായിരിക്കും. അതുകൊണ്ട് ആ ഒന്ന് നമ്മളാവണമെന്ന് നിർബന്ധമില്ല. അതിന്റെ പേരിൽ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. 50 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 50 ലക്ഷത്തിന്റെ പടം ചെയ്താൽ മതി. അത് കറക്റ്റ് ചാർട്ടായിരിക്കണം. അല്ലെങ്കിൽ പകുതിയായിട്ടും അല്ലെങ്കിൽ ഇപ്പൊ 4 പേര് കൂടി ഇപ്പൊ 2 കോടി രൂപ ഇട്ടിട്ട് ഒരു പടം എടുക്കാം, അല്ലെങ്കിൽ 4 പേര് കൂടി 5 കോടി ഇട്ടിട്ട് പടം എടുക്കാം, അതൊക്കെ ഓക്കെ. പക്ഷെ ഈ പറഞ്ഞ പോലെ പകുതിക്ക് നിന്ന പടം ഇതിനെക്കുറിച്ച് ദീർഘവീക്ഷണോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ആൾ ഈ ഒരു സീൻസുകൾ കാണിച്ചിട്ട് വീണ്ടും ജോയിന്റ് ആയി വന്നു കഴിഞ്ഞാൽ അതിനകത്ത് പണി കിട്ടും. അതുകൊണ്ട് ഒരു പ്രൊഡ്യൂസർമാരും അങ്ങനത്തെ പടം എടുക്കാൻ തുനിഞ്ഞ് നിൽക്കരുത്. അത് പണി കിട്ടിയ ചരിത്രം മാത്രമേ ഇന്ന് ഇവിടെ ഉള്ളൂ. അല്ലെങ്കിൽ അത് ഏതെങ്കിലും വലിയ പ്രൊഡ്യൂസർമാർ കഥ കേട്ടിട്ട് ദത്തെടുക്കും. പിന്നെ ഈ ആദ്യം മുടക്കിയ പ്രൊഡ്യൂസർ താഴെ പോകാനും ചാൻസ് ഉണ്ട്, ഒന്നും സൈഡാക്കാനും ചാൻസ് ഉണ്ട്. അങ്ങനെയും കൂടിയിട്ടുണ്ട്. ആ പടം വിജയിച്ച് ഹിറ്റായെന്ന് വെച്ചു. ആ പടം ഹിറ്റായി കഴിഞ്ഞാൽ ഈ പ്രൊഡ്യൂസറിന് ആദ്യം പൈസ മുടക്കിയെങ്കിൽ മുതൽ മാത്രം കൊടുത്തു മാറ്റുക. മുതലെങ്കിലും കിട്ടിയ ഭാഗ്യം എന്ന് വെച്ചു. പക്ഷെ അങ്ങനെ എല്ലാവരും ചെയ്യണമെന്നില്ല. അതിനൊരു മാക്സിമം അത് അവോയ്ഡ് ചെയ്യുക. വലിയ പ്രൊഡ്യൂസർ എടുത്താൽ മാത്രമേ നമുക്ക് പൈസ തിരിച്ചു കിട്ടത്തുള്ളൂ നമ്മൾ മുടക്കിയത്. ആരെങ്കിലും ഇൻഡസ്ട്രി ആയിട്ട് ഈ ചെറിയ ബഡ്ജറ്റ് പടം എടുക്കുന്നവർക്ക് എല്ലാവരുടെയും പൈസ ഒന്നിച്ച് ഒറ്റയടിക്ക് ഇല്ലാതാവും. അപ്പം ആ ഒരു കാര്യം നമ്മൾ മറക്കാതിരിക്കുക.